ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ ചരിത്രം ഉണ്ടല്ലോ, ഹിസ്റ്ററി, ഇതങ്ങനെ കണ്ണുടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഒരേ ഇൻസിഡൻറ്റ് രണ്ടാൾക്കാരിത് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കഥകളായിരിക്കും അവർ പറയുക, അവർക്ക് തോന്നിയ പോലെ. സെയിം ഗോസ് ടു ന്യൂസ്. നമ്മളിപ്പോൾ കുറച്ച് പേർക്ക് അറിയാം, ഓരോ ആൾക്കാർ അവരവരുടെ താല്പര്യത്തിനാണ് അനുസരിച്ചിട്ടാണ് ഓരോ ന്യൂസുകൾ എടുക്കുന്നതെന്ന്. പണ്ടത്തെ കാര്യമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും. ഇതൊന്നും അറിയാണ്ട് കുറേ ന്യൂസും കേട്ടോ, ഇങ്ങനെ ആയിരിക്കും അവിടേക്ക്, ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് കൊണ്ടിരുന്നവരൊക്കെ അപ്പോൾ എന്തായി. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ചരിത്രം ഇങ്ങനെയല്ല അങ്ങനെയല്ല അവിടെ പോയിട്ട് ഇനിയിപ്പോൾ ടൈം ട്രാവൽ തെളിയിക്കാനൊന്നും പറ്റില്ല. ഇത് എങ്ങനെ നമുക്ക് തെളിയിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നടക്കുന്ന ചില ഇൻസിഡൻസ് കാണുമ്പോൾ അത് കാണുമ്പോഴാണ് ഇങ്ങനെ ആയിരിക്കും ഇവർ പണ്ട് ചെയ്തത് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനേ ഇപ്പോൾ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഞാൻ ഇന്നലെ കണ്ടു, ഈ 2 ദിവസമായിട്ട് കണ്ടു. ഇത് പറഞ്ഞുതരാം, ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ എക്സിൽ വന്ന ഒരു പോസ്റ്റാണ്, ഒരു ലൈവ് സ്ട്രീമിങ്ങിൻ്റെ ഭാഗമായിട്ട് ജപ്പാനിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഒരു പെൺകുട്ടി ഒരു 2 ആൾക്കാരോട് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട്, ഒരു സ്പാനിഷ് ജേഴ്സിയിട്ട് 2 ആൾക്കാരോട് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട്, ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു നൈജീരിയക്കാരൻ പിമ്പ് വന്നിട്ട്, അതായത് ഈ പെൺകുട്ടി പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്നും പിമ്പ് വന്നിട്ട് ഇവരോട് സംസാരിക്കേണ്ടെന്ന് എനിക്ക് ജോലി ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി ഇവരെയൊക്കെ അടിക്കാൻ പോകുന്ന, ഇവരിനെ ഭീഷണിപ്പെടുത്തുന്ന പോലത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ പറയുന്നത് ജപ്പാനിൽ ഇപ്പോൾ മുഴുവൻ നൈജീരിയൻ മാഫിയാണ് ഈ ജാപ്പനീസ് ഗേൾസിനൊക്കെ ഡ്രഗൊക്കെ കൊടുത്ത് ബോധമില്ലാണ്ട് ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ വിടുന്നത്. കാരണം ഇതിൽ നമുക്ക് കാണാൻ പറ്റും ആ പെൺകുട്ടിക്ക് എന്തോ ഒരു ഇൻടോക്സിക്കേറ്റഡ് ആണെന്ന് നമുക്ക് ഇത് ഈ വീഡിയോ കാണുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചു, യക്കൂസ ഗ്യാങ് ഒക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ നൈജീരിയൻ ഗ്യാങ്ങുകളാണോ ജപ്പാനിൽ എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്തു. അതങ്ങനെ വിട്ടു. ഒരു സംഭവം നമ്മൾ ഇൻ്റർനെറ്റിൽ കാണുന്ന ഒരു കാര്യം. അടുത്ത ദിവസം റാൻഡമായിട്ട് ഞാൻ വേറെ ഒരു പോസ്റ്റ് കൂടെ കാണുകയാണ്. അതായത് ഈ ലൈവ് സ്ട്രീമിങ് ഫുള്ളായിട്ട് കാണുമ്പോൾ ചെറിയൊരു പാർട്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടത് ഇന്നലെ. അടുത്ത ദിവസം കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ലൈവ് സ്ട്രീമിൻ്റെ ഒരു ഭാഗം കാണിച്ചിട്ട് ആക്ച്വലി ഈ 2 ആൾക്കാരുണ്ടല്ലോ, ഈ സ്പാനിഷ് ജേഴ്സി ഇട്ട് വന്ന 2 ആൾക്കാർ, അവരാണ് ലൈവ് സ്ട്രീം ചെയ്യുന്നത്. ലൈവ് സ്ട്രീം ആകുമ്പോൾ കട്ട് ചെയ്യാൻ എഡിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവന്മാർ ഈ പെൺകുട്ടിക്ക് ബോധമില്ല എന്ന് അറിഞ്ഞിട്ടും അവരിനെ കൂടെ ഹരാസ് ചെയ്തുകൊണ്ട് പിന്നാലെ ഫോളോ ചെയ്ത് പോയിട്ട് അവസാനം ആ പെൺകുട്ടി ഈ ബ്ലാക്ക് ആയിട്ടുള്ള ആളിനെ കണ്ടിട്ട് അയാളോട് ഹെൽപ്പ് ചോദിച്ചിട്ട് എന്നെ ഇവരിൽ നിന്ന് രക്ഷപ്പെടുത്തൂ എന്ന് പറഞ്ഞിട്ട് എന്നിട്ടാണ് അയാൾ ഇവരെന്നെ അടിക്കാനും ഇവരെന്നെ ഭീഷണിപ്പെടുത്താനും വന്നത്. അല്ലാണ്ട് അവിടെ ഒരു പിമ്പ് പോലെ ഷീസ് നോട്ട് ഈവൻ എ പ്രോസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം മാത്രം ഇൻ്റർനെറ്റ് യൂസ് ചെയ്ത ആളാണ്, അടുത്ത ദിവസം 2ാമത്തെ കഥ ഇറങ്ങിയത് നിങ്ങൾ അറിഞ്ഞില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഏത് കാര്യമായിരിക്കും വിശ്വസിക്കുക?